Hi dears and welcome back to Indo Learning. ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഫസ്റ്റ് യൂണിറ്റിലെ The Trick of Kichu എന്ന ലെസൺ ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ മനോഹരമായ ഒരു കഥയാണ്. ഇതിലെ മെയിൻ ക്യാരക്ടർ, സെൻട്രൽ ക്യാരക്ടർ, പ്രധാന കഥാപാത്രം കിച്ചു എന്ന ഒരു മുയലാണ്. കിച്ചുവിന്റെ വീരോചിതമായ സാഹസികമായ കഥയാണ് നമ്മൾ ഇതിലൂടെ കാണാൻ പോകുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ഓക്കെ ഡിയേഴ്സ്, നമ്മുടെ ലെസന്റെ പേരെന്തായിരുന്നു? യെസ്, ദ ട്രിക്ക് ഓഫ് കിച്ചു. ട്രിക്ക് എന്നാൽ തന്ത്രം, ഓഫ് കിച്ചു കിച്ചുവിന്റെ, ട്രിക്ക് ഓഫ് കിച്ചു എന്നാൽ കിച്ചുവിന്റെ തന്ത്രം. നോക്കൂ, ഹിയർ ഈസ് എന്നാൽ ഇതാ, എ സ്റ്റോറി ഒരു കഥ, എബൌട്ട് കുറിച്ച്, ആരെ കുറിച്ച്? യെസ്, കിച്ചു, എബൌട്ട് കിച്ചു, കിച്ചുവിനെ കുറിച്ച് ഒരു കഥ ഇതാ. കിച്ചു ആരാണ്? ദ ബ്രേവ് എന്നാൽ ബോൾഡ്, കറേജിയസ്, ധൈര്യമുള്ള, റേബിറ്റ് മുയൽ, ധൈര്യമുള്ള മുയൽ കിച്ചുവിനെ കുറിച്ച് ഒരു കഥ ഇതാ. ഹൂസ് അവന്റെ, ഹീറോയിക്ക് എന്നാൽ വീരോചിതമായ സാഹസികമായ ആക്ഷൻസുകൾ, പ്രവർത്തികൾ, അവന്റെ സാഹസികമായ പ്രവർത്തികൾ സേവ് രക്ഷിക്കുന്നു, ദ ലൈവ്സ് ജീവനുകൾ, ഓഫ് ഹിസ് ഫ്രണ്ട്സ് അവന്റെ സുഹൃത്തുക്കളുടെ ജീവനുകൾ അവന്റെ വീരോചിതമായ പ്രവർത്തികൾ കൊണ്ട് രക്ഷിക്കുന്നു. നമുക്ക് നോക്കാം എന്താണ് കിച്ചുമുയലിന്റെ വീരോചിതമായ പ്രവർത്തികൾ എന്ന്. നോക്കൂ, കിച്ചു ദ റേബിറ്റ്, കിച്ചു ആരാണ്? ദ റേബിറ്റ് മുയൽ. കിച്ചു ദ റേബിറ്റ്, കിച്ചു എന്ന മുയൽ വാസ് ആയിരുന്നു, ഒരു വെൽ നോൺ എന്നാൽ ഫേമസ്, പ്രസിദ്ധനായ വെജിറ്റബിൾ മർച്ചന്റ്, പച്ചക്കറി കച്ചവടക്കാരൻ. എവിടെ? ഇൻ ദ ലിറ്റിൽ മാർക്കറ്റ്. അവരുടെ മാർക്കറ്റിന്റെ പേരെന്താണ്? ലിറ്റിൽ മാർക്കറ്റിലെ ഒരു പ്രസിദ്ധനായ പച്ചക്കറി കച്ചവടക്കാരനായിരുന്നു കിച്ചു എന്ന മുയൽ. ഹിസ് അവന്റെ ഷോപ്പ്, അവന്റെ കട, വാസ് ഫിൽഡ് നിറച്ചിരുന്നു, വിത്ത് കൊണ്ട്. എന്തുകൊണ്ടാണ് നിറച്ചിരുന്നത്? ഫ്രഷ് വെജിറ്റബിൾസ്, പുതിയ പച്ചക്കറികൾ കൊണ്ട്. ലൈക്ക് പോലെ, ഏതുപോലുള്ള പച്ചക്കറികളാണ്? കാരറ്റ്, കേബേജ്, പംകിൻ എന്നാൽ മത്തൻ, ബിറ്റർ ഗോഡ് പാവക്ക അതായത് കയപ്പക്ക, ആൻഡ് സ്പിനാച്ച് എന്നാൽ ചീരയും പാവക്കയും മത്തനും കേബേജും കാരറ്റും പോലെയുള്ള പച്ചക്കറികൾ കൊണ്ട് അവന്റെ കട നിറച്ചിരുന്നു. വൺ ഡേ, ഒരു ദിവസം, ചിന്നു എ ലിറ്റിൽ ഗേൾ, ഒരു ദിവസം ചിന്നു ആരാണ്? എ ലിറ്റിൽ ഗേൾ, ഒരു ചെറിയ പെൺകുട്ടിയായ ചിന്നു. നോക്കൂ, ഇതാണ് നമ്മുടെ ചിന്നു. ഒരു ദിവസം ചിന്നു എന്ന പെൺകുട്ടി കെയും വന്നു, ടു ഹിസ് ഷോപ്പ് അവന്റെ കടയിലേക്ക്, അതായത് കിച്ചുവിന്റെ കടയിലേക്ക്. എന്തിനാണ് വന്നത്? ടു ബൈ വാങ്ങാൻ, സം കുറച്ച്, വെജിറ്റബിൾസ് പച്ചക്കറികൾ. അവൻ നോട്ടീസ്ഡ് ശ്രദ്ധിച്ചു, അവൻ എന്നാൽ കിച്ചുമുയൽ ശ്രദ്ധിച്ചു. ചിന്നു ഹോൾഡിംഗ് സംതിങ്, ചിന്നു ഹോൾഡിംഗ് എന്നാൽ കയ്യിൽ പിടിച്ചത്. ചിന്നു ഹോൾഡിംഗ് സംതിങ്, എന്തോ ഒരു സാധനം ചിന്നു കയ്യിൽ പിടിച്ചത് അവൻ ശ്രദ്ധിച്ചു. അവൻ കുടിന്റ് അവന് കഴിഞ്ഞില്ല, മേക്ക് ഔട്ട് മനസ്സിലാക്കാൻ, വാട്ട് എന്ത്, ഇറ്റ് അത്, വാസ് ആയിരുന്നു അത് എന്തായിരുന്നുവെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതായത്
കിച്ചുമുയലിന് ചിന്നു കയ്യിൽ പിടിച്ച സാധനം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഹോ മൈ ഫ്രണ്ട് കിച്ചു. ഹോ എന്റെ സുഹൃത്ത് കിച്ചു. മൈ ഫാദർ എന്റെ അച്ഛൻ ഡസന്റ് ഹാവ്. മൈ ഫാദർ ഡസന്റ് ഹാവ് എന്നാൽ എന്റെ അച്ഛന് ഇല്ല. എനി മണി, എനി എന്നാൽ തീരെ, മണി പണം, എനി മണി വിത്ത് ഹിം അവന്റെ കയ്യിൽ, അവന്റെ അടുത്ത്. എന്റെ അച്ഛന്റെ അടുത്ത് ഒട്ടും പണമില്ല. ബട്ട് എന്നാൽ വി വാണ്ട് ഞങ്ങൾക്ക് വേണം, സം കുറച്ച് വെജിറ്റബിൾസ് പച്ചക്കറികൾ, എന്നാൽ ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറികൾ വേണം. അതായത് ചിന്നുവിന്റെ അച്ഛന്റെ കയ്യിൽ തീരെ പണമില്ല, എന്നാൽ കുറച്ച് പച്ചക്കറികൾ അവർക്ക് വേണം. പകരമായി ചിന്നു അവിടെ എന്താണ് കൊടുക്കുന്നത് നോക്കൂ. പ്ലീസ് ദയവായി, കീപ്പ്, കീപ്പ് എന്നാൽ സൂക്ഷിക്കുക, വെക്കുക. പ്ലീസ് കീപ്പ് ദയവായി വെക്കൂ. ദിസ് ഈ മിറർ കണ്ണാടി, ദയവായി ഈ കണ്ണാടി വെക്കൂ. വിത്ത് യു നിന്റെ അടുത്ത്. ആൻഡ് എന്നിട്ട് ഗിവ് മീ എനിക്ക് നൽകൂ. സം കുറച്ച് പംകിൻസ് മത്തൻ, കാരറ്റ്സ് ആൻഡ് ബീൻസ് എന്നിട്ട് എനിക്ക് കുറച്ച് ബീൻസും കാരറ്റും പംകിൻസും തരൂ. അതായത് ഈ കണ്ണാടി ഇവിടെ വെച്ച് എനിക്ക് പകരമായി കുറച്ച് മത്തനും കാരറ്റ്സും ബീൻസും തരൂ. വെൻ മൈ ഫാദർ ഗെറ്റ്സ് മണി എന്റെ അച്ഛന് പണം ലഭിക്കുമ്പോൾ, പണം കിട്ടുമ്പോൾ, ഐ വിൽ പേ, പേ എന്നാൽ പണം നൽകുക എന്നാണ് അർത്ഥം. ഐ വിൽ പേ ഞാൻ പണം നൽകും. യു നിനക്ക്, ഞാൻ നിനക്ക് പണം നൽകും. ആൻഡ് എന്നിട്ട് ടേക്ക് ബാക്ക് തിരിച്ചെടുക്കും ദ മിറർ ആ കണ്ണാടി തിരിച്ചെടുക്കും. ഓക്കെ അല്ലേ? ചിന്നു സെഡ്, ചിന്നു പറഞ്ഞു അല്ലേ? അപ്പോൾ എന്റെ അച്ഛന്റെ കയ്യിൽ പണം വരുമ്പോൾ ഞാൻ പണം നിനക്ക് തന്നിട്ട് ആ കണ്ണാടി ഞാൻ തിരിച്ചു എടുക്കും. കിച്ചു ടുക്ക്, കിച്ചു ടുക്ക് എന്നാൽ എടുത്തു അഥവാ വാങ്ങി. കിച്ചു ടുക്ക് കിച്ചു വാങ്ങി. ദ മിറർ ആ കണ്ണാടി വാങ്ങി. ഫ്രം ഹെർ അവളിൽ നിന്നും, അവളിൽ നിന്നും കിച്ചു ആ കണ്ണാടി വാങ്ങി. ആൻഡ് എന്നിട്ട് കെയർഫുള്ളി, കെയർഫുള്ളി എന്നാൽ ശ്രദ്ധയോടെ, പ്ലേസ്ഡ് വെച്ചു. ഇറ്റ് അത് ആ കണ്ണാടി ശ്രദ്ധയോടെ ആ കണ്ണാടി വെച്ചു. എവിടെയാണ് വെച്ചത്? ഇൻ എ കോർണർ ഓഫ് ദി ഷോപ്പ്. കോർണർ എന്നാൽ മൂല, ഓഫ് ദി ഷോപ്പ് കടയുടെ, കടയുടെ മൂലയിൽ ആ കണ്ണാടി വെച്ചു. എന്നിട്ട് ഹി അവൻ ഗെയ്വ് നൽകി, ഹെർ അവൾക്ക്, ഓൾ ദി വെജിറ്റബിൾസ് എല്ലാ പച്ചക്കറികളും, ഷീ വാണ്ടഡ് അവൾ, വാണ്ടഡ് ആവശ്യപ്പെട്ട, അവൾ ആവശ്യപ്പെട്ട എല്ലാ പച്ചക്കറികളും കൊടുത്തു. ചിന്നു വെന്റ് ബാക്ക് തിരിച്ചു പോയി. ഹോം വീട്. ചിന്നു വെന്റ് ബാക്ക് ഹോം, ചിന്നു വീട്ടിലേക്ക് തിരിച്ചുപോയി. എങ്ങനെയാണ് പോയത്? ഹാപ്പിലി സന്തോഷത്തോടെ. എന്താണ് സന്തോഷത്തോടെ തിരിച്ചു പോകാൻ കാരണം? യെസ്, അവൾ ആവശ്യപ്പെട്ട പച്ചക്കറികളെല്ലാം കിച്ചുമുയൽ അവൾക്ക് കൊടുത്തിരുന്നു. കിച്ചു ടുക്ക് ഔട്ട്, ടുക്ക് എടുത്തു, ഔട്ട് പുറത്ത്. ടുക്ക് ഔട്ട് എന്നാൽ പുറത്തേക്ക് എടുത്തു. എന്താണ് പുറത്തേക്ക് എടുത്തത്? ദ മിറർ കണ്ണാടി പുറത്തേക്ക് എടുത്തു. ആൻഡ് എന്നിട്ട് ലുക്ക്ഡ് നോക്കി, കണ്ണാടിയിൽ നോക്കി. കിച്ചുമുയൽ കണ്ണാടി പുറത്തെടുത്തു, എന്നിട്ട് കണ്ണാടിയിൽ നോക്കി. കണ്ണാടിയിൽ നോക്കിയിട്ട് എന്താ പറയുന്നത്? ഹേയ് വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് എന്താണ്? ദിസ് ഇത് എന്താണ് ഞാൻ ഈ കാണുന്നത്? ഹു ആര്? ഈസ് ആണ് ആരാണ്? ദിസ് ഇത് ഇതാരാണ്? ഇൻ ദ മിറർ കണ്ണാടിയിൽ, കണ്ണാടിയിൽ കാണുന്നത് ഇതാരാണ്? ഹി വാസ് പ്ലീസ്ഡ്, പ്ലീസ്ഡ് എന്നാൽ സന്തോഷിച്ചു എന്നർത്ഥം. ഹി വാസ് പ്ലീസ്ഡ് അവനെ സന്തോഷിപ്പിച്ചു. ടു സീ കണ്ടതിൽ, എന്ത് കണ്ടതിൽ? ഹിസ് ഓൺ അവന്റെ സ്വന്തം. ഇമേജ് എന്നാൽ ചിത്രം, രൂപം എന്നാണ്. ഇൻ ദ മിറർ കണ്ണാടിയിൽ, കണ്ണാടിയിൽ അവന്റെ സ്വന്തം രൂപം അതായത് ചിത്രം കണ്ടപ്പോൾ
അവൻ സന്തോഷിച്ചു. Am I so handsome? ആം എന്നാൽ ചോദ്യത്തിലാകുമ്പോൾ ആണോ, Am I ഞാനാണോ, സോ വളരെ, ഹാൻസം സുന്ദരൻ, ഞാൻ വളരെ സുന്ദരനാണോ, ഹി അവൻ, വണ്ടേഡ് അത്ഭുതപ്പെട്ടു, അവൻ അത്ഭുതപ്പെട്ടു. എന്താണ് അത്ഭുതപ്പെടാൻ കാരണം? അവൻ ഇത്രമാത്രം സുന്ദരനാണോ എന്ന് കരുതി. ഹി സ്റ്റാർട്ടഡ് എന്നാൽ ആരംഭിച്ചു, തുടങ്ങി, അവൻ തുടങ്ങി. ഡാൻസിങ് നൃത്തം ചെയ്യുന്നത്, അവൻ നൃത്തം ചെയ്യാൻ തുടങ്ങി. വിത്ത് കൊണ്ട്, എന്തുകൊണ്ടാണ്? ജോയ് സന്തോഷം, അവൻ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. ഫ്രം ദെൻ ഓൺ അന്നു മുതൽ, എവരി മോർണിംഗ് എല്ലാ ദിവസവും രാവിലെ, അന്നു മുതൽ എല്ലാ ദിവസവും രാവിലെ, ഹി വുഡ് ബ്രഷ് എന്നാൽ പല്ലു തേക്കുക, ക്ലീൻ എന്നാൽ വൃത്തിയാക്കുക. ഹി വുഡ് ബ്രഷ് ആൻഡ് ക്ലീൻ എന്നാൽ അവൻ പല്ലു തേക്കുകയും വൃത്തിയാക്കുകയും ചെയ്യുമായിരുന്നു. എന്ത്? ഹിസ് ഫേസ് അവന്റെ മുഖം, ലുക്കിംഗ് നോക്കിക്കൊണ്ട്, ഇൻ ദ മിറർ കണ്ണാടിയിൽ. അന്നു മുതൽ എല്ലാ ദിവസവും രാവിലെ അവൻ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് അവന്റെ പല്ലു തേക്കുകയും മുഖം വൃത്തിയാക്കുകയും ചെയ്യുമായിരുന്നു. ഡേയ്സ് ദിവസങ്ങൾ, പാസ്ഡ് കടന്നുപോയി. കുങ്കൻ വൂൾഫ് ആരാണ്? പുതിയൊരു കഥാപാത്രം. യെസ്, കുങ്കൻ വൂൾഫ്. ഇതാണ് കുങ്കൻ വൂൾഫ്. കണ്ടാലേ നമുക്കറിയാം ഒരു റൗഡിയെ പോലെ ഇരിക്കുന്നുണ്ട്. യെസ്, കുങ്കൻ വൂൾഫ്. വൂൾഫ് എന്നാൽ ചെന്നായ. കുങ്കൻ വൂൾഫ്, കുങ്കൻ ചെന്നായ. സ്റ്റാർട്ടഡ് ആരംഭിച്ചു. എന്തിന്? വിസിറ്റിംഗ് സന്ദർശിക്കുന്നത്. ദ ലിറ്റിൽ മാർക്കറ്റ്, ലിറ്റിൽ മാർക്കറ്റ് സന്ദർശിക്കാൻ കുങ്കൻ വൂൾഫ് തുടങ്ങി. ഹി അവൻ, അറ്റേക്ക്ഡ് ആക്രമിച്ചു, ഓൾ ദി അനിമൽസ് എല്ലാ മൃഗങ്ങളെയും, ഇൻ ദ മാർക്കറ്റ് മാർക്കറ്റിലുള്ള എല്ലാ മൃഗങ്ങളെയും കുങ്കൻ ചെന്നായ ആക്രമിച്ചു. ദ ഡീർ മാൻ, റേബിറ്റ് മുയൽ, ഡോങ്കി കഴുത, ആൻഡ് കൂടാതെ ഓൾ അതർ അനിമൽസ് മറ്റെല്ലാ മൃഗങ്ങളും, വേർ ടെറിഫൈഡ് എന്നാൽ ഫ്രൈറ്റൻഡ് എന്നാണ് അർത്ഥം, ഭയന്നു വിറച്ചു. അതായത് മാനും മുയലും കഴുതയും മറ്റു മൃഗങ്ങളുമെല്ലാം ഭയന്നു വിറച്ചു. ഹൗ എങ്ങനെ, കേൻ കഴിയും, ഹൗ കേൻ എങ്ങനെ കഴിയും, ദേ അവർക്ക്, എസ്കേപ്പ് രക്ഷപ്പെടാൻ, ഫ്രം ഇൽ നിന്ന്, ഹിസ് അറ്റാക്ക് അവന്റെ അറ്റാക്ക് ആക്രമണം, ഹിസ് അറ്റാക്ക് അവന്റെ ആക്രമണത്തിൽ നിന്നും എങ്ങനെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. ദേ അവർ, സ്റ്റാർട്ടഡ് തുടങ്ങി. എന്തിനാണ് തുടങ്ങിയത്? തിങ്കിങ് ചിന്തിക്കുന്നതിന്. അവർ ചിന്തിക്കാൻ തുടങ്ങി. ബട്ട് എന്നാൽ, കുഡ് നോട്ട് കഴിഞ്ഞില്ല, ഫൈൻഡ് കണ്ടെത്താൻ, എ വേ ഔട്ട്, വേ ഔട്ട് എന്നാൽ മാർഗം, വഴി. അവർ ചിന്തിച്ചു കൊണ്ടിരുന്നു, പക്ഷെ അവർക്ക് ഒരു വഴി കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൂട്ടുകാരെ, നമ്മൾ ദ ട്രിക്ക് ഓഫ് കിച്ചു എന്ന ഈ ലെസൺ 2 ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.